നീയല്ലേ അച്ചൂട്ടി? അതെ. കയറാ ജീപ്പിലെ. എന്താ കാര്യം? പിടിച്ച് കയറ്റടോ അവനെ. വണ്ടി. അച്ചൂട്ടി സ്പിരിറ്റ് രാജാക്കന്മാരുടെയും കള്ളക്കടത്തുകാരുടെയും വാടക കുണ്ട. മോഷണം, അടിപിടി, ബലാസംഗം, കൊലപാതകം. പിന്നെ എന്തൊക്കെയാണ് നിന്റെ ആക്ടിവിറ്റീസ്? സാർ, കൊലപാതകം മാത്രം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാം നിർത്തി ഒരു കുടുംബമായിട്ട് സമാധാനത്തോടെ കഴിയുക. ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ നിന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ നിന്റെ പേര് പോലും ഇവിടുത്തെ ഫയലുകൾ കാണുന്നില്ല. സോ ഐ നീഡ് യുവർ ഫുൾ ഡീറ്റെയിൽസ്. എനിക്ക് ആദ്യം അറിയേണ്ടത് നിന്റെ തന്തയുടെ പേരെന്താണെന്നാണ്. പറ, നിന്റെ തന്തയുടെ പേരെന്താണ്? അറിയില്ല. സ്വന്തം തന്തയുടെ പേരറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോടാ? പറയേ, നിന്റെ തന്തയുടെ പേരെന്താണ്? എനിക്കറിയില്ല. പറയടാ. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? നീ പറയത്തില്ല അല്ലേ? നീ പറയില്ല അല്ലേ? പറ. എനിക്കറിയില്ല. പറയാൻ. എനിക്കറിയില്ല. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്ക് ജീവിക്കണം. എല്ലാവരും അത് എന്നെ അനുവദിക്കണം. അല്ലെങ്കിൽ അച്ചൂട്ടാ, എന്താ അച്ചൂട്ടാ ഇത്? എന്ത് പറ്റി? പറയാം. എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. മോനുറങ്ങിയോ? വീണ്ടും തുടങ്ങിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇതിനായിരുന്നു എന്നെ മോനെ പിടിച്ച് സത്യം ചെയ്തത്. എനിക്കറിയാം ഇതൊന്നും ഒരിക്കലും അച്ചേട്ടന് നിർത്താൻ പറ്റില്ലെന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പുതിയതായെത്തിയ സിയെ അയക്ക് പലതും തെളിയിക്കാനുണ്ടായിരുന്നു. അതിനെ എന്നെ തല്ലിച്ചതച്ചത്. നിന്നെ ഓർത്ത് മാത്രം ഞാനെല്ലാം സഹിച്ചത്. എല്ലാം അനാവശ്യമായി കണ്ടവരെല്ലാം പിടിച്ചടിക്കുമ്പോ സഹിച്ചു നിൽക്കണമെന്നാണോ ഞാൻ പറഞ്ഞത്? അച്ചേട്ടൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അത്രമാത്രം. സർ, നമ്മുടെ വണ്ടിയും സാധനങ്ങളും സി ജോയ് മാത്യു കസ്റ്റഡിയിലെടുത്തു. ജോയ് മാത്യു അല്ലേ? I am സേതുരാമയ്യർ. അറിയാം, ധാരാളം കേട്ടിട്ടുണ്ട്. വരൂ.
പാറശാലയിൽ നിന്ന് ഇവിടെ വന്ന് ചാർജ് എടുത്തെന്ന് അറിഞ്ഞു. ഇരിക്കൂ. ആ ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. സാധാരണ എല്ലാവരും എന്നെ വന്ന് കാണാറാണ് പതിവ്. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ. അത് ശരിയല്ലല്ലോ. ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാലിച്ച് നിൽക്കുന്ന കാക്കിക്കുപ്പായക്കാരെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നട്ടലിലുള്ളൊരു പോലീസ് ഓഫീസറെ ഞാൻ കാണുന്നത്. ഐ മീൻ എ ബ്രേവ് യങ് മാൻ. കൺഗ്രാറ്റ്സ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വന്ന കാര്യം തുറന്നു പറയാമല്ലോ. ഇന്നലെ രാത്രി എന്റെ ഏതോ ഒരു വണ്ടി പിടിച്ചെന്നോ അതിലെന്തോ ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നെന്നോ കേസ് ചാർജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്ന കേട്ടു. വളരെ ചെറിയ സാധനമല്ലേ, വെറും 3 കോടി രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ. ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളായി എന്റെ വയറ്റിപ്പഴപ്പ്. അതുകൊണ്ട് തൽക്കാലം ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാ മതി. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാ ഞാനങ്ങ് ചെയ്തോളാം. അപ്പോട്ടെ നേരെ. ഇതെന്റെ ഒരു ചെറിയ പാരിതോഷികം. ഇവിടെ ഇരുന്നിട്ടുള്ള എല്ലാ പോലീസുകാരെയും നിങ്ങൾ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം എനിക്കറിയാം. പക്ഷേ ജോയ് മാത്തുവിനെ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാനാവില്ല. ഞാൻ ആരാണെന്ന് അറിയാം. കാഞ്ഞിരപ്പറമ്പിൽ ചെത്തുകാരൻ ഭാർഗവൻ മകൻ സദാനന്ദൻ സേതുരാമ അയ്യരായി അവതരിച്ച കഥ നാട്ടുകാർക്ക് അറിയാവുന്നതിൽ കൂടുതലായിട്ട് എനിക്കറിയാം. 18-ാം വയസ്സിൽ പാണാങ്കുറിച്ച് ഇന്ന് കള്ളവണ്ടി കയറിയ സദാനന്ദൻ എന്ന ഈർക്കിളി പയ്യൻ ഇപ്പോ തടിച്ചു കൊഴുത്ത് സേതുരാമ അയ്യരായ ചരിത്രം ഇനിയും ഞാൻ വർണ്ണിച്ചാൽ നാറും. വേണോ? സിന്ധു, അല്ല വിവാഹ വാർഷികം അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ചേച്ചി വിളിക്കാം. ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെ യാത്രയായിപ്പാ. അയ്യോ, അപ്പൊ ഭക്ഷണത്തിന് ഉണ്ടാവില്ലേ? പിന്നെ പായസം ഉണ്ടോ? എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം. മോനെവിടെ? ഉറങ്ങ. ഇത് മോന്റെ അടുത്ത് കൊടുത്തേക്ക്. പിന്നെ പായസത്തിലെ ചക്കര ഇത്തിരി കൂടുതലുണ്ട്. ചക്കര ശരി. എന്താ വേണ്ടേ? വേണം. ഇത് മതി. പാക്ക് ചെയ്യാം. അല്ല, ഈ ബോംബിന് ടൈം അഡ്ജസ്റ്റ് ഒന്നും വേണ്ടേ? ഇതിന് ടൈം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ഈ അടപ്പൊന്ന് തുറന്നാൽ നിമിഷങ്ങൾക്കകം എല്ലാം കത്തിച്ചാമ്പലാകും. ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് വേണം. എത്രയായി? ഇതാ. സുരേഷേ, അവിടെയൊക്കെ ഞാൻ വരുന്നു. ആട്ടോ. ഹലോ, ഒന്ന് നിക്കണേ. സഞ്ചി മാറി. ആഹാ. ആ പോട്ടെ.